10 ഫണ്ടുകളിലെ മൂന്നാമത്തെ ഫണ്ട് ഒരു ലാർജ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഫണ്ട് തന്നെയാണ്. ഇതിൽ കാണിക്കുന്ന എല്ലാ ഫണ്ടുകളുടെയും നിലവിലെ പ്രകടനം വളരെ മികച്ചതാണെങ്കിലും മുൻപത്തെ വീഡിയോയിൽ വിവരിച്ച പോലെ 3-4 വർഷം കൂടുമ്പോൾ അവയുടെ പ്രകടനം പരിശോധിക്കുന്നത് നല്ലതാണ്. എന്നുവെച്ച് ഇടയ്ക്കിടയ്ക്ക് മറ്റു ഫണ്ടുകളുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയത് 2 മുതൽ 3 വർഷം വരെയെങ്കിലും നിക്ഷേപിച്ചിരിക്കുന്ന ഫണ്ടുകൾക്ക് അവസരം കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് മൂന്നാമത്തെ ഫണ്ട് ഏതാണെന്ന് നോക്കാം. കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഫണ്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം വളരെ മികച്ചതാണ്. നിലവിലെ AUM 10,816 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 0.48%. ലാർജ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഓപ്പൺ എൻഡഡ് സ്കീം ഫണ്ടാണിത്. എക്സിറ്റ് ലോഡ് 1%. ഈ ഫണ്ടിന്റെ 80% മുകളിൽ ഇന്ത്യയിലെ വൻകിട കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ഫണ്ടിൽ മിനിമം SIP 1000 രൂപയാണ്. വാല്യൂ റിസർച്ചിന്റെ 5 സ്റ്റാറും ക്രിസിലിന്റെ 3 സ്റ്റാറും റേറ്റിംഗ് ഈ ഫണ്ടിനുണ്ട്. ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം 23.75%, 3 വർഷത്തിൽ 17.2%, കഴിഞ്ഞ 5 വർഷത്തിൽ 18.58% റിട്ടേൺ ആണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഫണ്ടിൽ 5 വർഷം മുമ്പ് SIP ആയി മാസം 1000 രൂപ വെച്ച് 5 വർഷം കൊണ്ട് 60,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം 98,215 രൂപ ആയി കാണും. ലാഭമായി 5 വർഷം കൊണ്ട് 38,215 രൂപ ലഭിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ നിക്ഷേപിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുന്നത്തെ വീഡിയോകളിൽ ലഭ്യമാണ്. അടുത്ത വീഡിയോയിൽ മികച്ച റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മിഡ് ക്യാപ് ഫണ്ടിനെ പരിചയപ്പെടുത്താം. ഇനി വരുന്ന ഫണ്ടുകൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉചിതമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.